കേരളം എന്നീ നാട്ടിൽ നടക്കും പല പല സംഭവം ചൊല്ലിയിടാം ഞാൻ. ചൊല്ലും നേരം സ്റ്റേജിൽ കയറി കൊല്ലാൻ എന്നെ നോക്കരുതാരും, കൊല്ലാൻ എന്നെ നോക്കരുതാരും. കാട്ടുമൃഗങ്ങളോ നാട്ടിലിറങ്ങി വീട്ടിൽ കയറി അണ്ടിയുറക്കം ചക്കക്കൊമ്പൻ അരിയരി കൊമ്പൻ അങ്ങനെ പലവിധ കൊമ്പന്മാരും. നാടുകടത്തിയ കൊമ്പൻ അവിടെയും റേഷൻ കടയുടെ പൂട്ടു തകർത്തു, റോഡിലിറങ്ങി തച്ചു തകർത്തു. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്റെ കഠിന പ്രയത്നം കൊണ്ട് അരിക്കൊമ്പനെ നാട് കടത്തി. തള്ളണ തള്ളുകേട്ട അരിക്കൊമ്പന്റെ തുമ്പിക്കൈ പിടിച്ച് നിങ്ങളാണ് ലോറി കയറ്റിയതുപോലെ. തമിഴ്നാട്ടിൽ നിന്ന് സെൽവനാണല്ലോ. ആ സൊല്ലു സെൽവ, ഉനക്ക് സൗഖ്യമാ? അരിക്കൊമ്പൻ അവിടെയല്ല അടിച്ച് തകർക്കുന്നാ. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ഞങ്ങൾ ലോറി കയറ്റി അരിക്കൊമ്പൻ അങ്ങോട്ട് അയച്ചില്ലേ, ഇനി അതുപോലെ ഒരു ലോറി പിടിച്ച് അരിക്കൊമ്പനെ നേരെ ആന്ധ്രയിലേക്ക് വിട്. അതാകുമ്പോ നിങ്ങൾക്ക് രക്ഷപ്പെടാനും പറ്റും, അരിക്കൊമ്പനൊരു ടൂറും ആവും. ഇത് എപ്പടി ഇருக்கு സെൽവാ? ഓക്കേ താനാ? നാരായണ ജയ 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 നാരായണ ജയ. കേരള മണ്ണിൽ പെണ്ണുങ്ങൾക്ക് സുരക്ഷിതമെന്ന് പേരിനു മാത്രം. യാത്രയ്ക്കായി ഒരു ബസ്സിൽ കയറിയാൽ പലരുടെ തോണ്ടൽ പിന്നൊരു മാന്തൽ, മുട്ടിയൊരുമ്മൽ കള്ള ഉറക്കം, ദേഹത്തെ കുറിച്ച് ആഞ്ഞുകിടപ്പും. ബഹളം വെച്ചാൽ പീഡന വീരൻ മാന്യതയോടെ സീറ്റിലിരിക്കും. ഇങ്ങനെ കാട്ടണ മാന്യന്മാരുടെ വീഡിയോ എടുത്തിട്ട് കാര്യമതില്ല. ഹോ, ഇതൊക്കെ ബാഹുബലിയുടെ കാലത്തായിരുന്നെങ്കിൽ. സ്ത്രീകൾക്ക് നേരെ അതിക്രമം കാണിക്കുന്നവന്റെ തലയല്ല വെട്ടേണ്ടത്, പിന്നെ അവന്റെ ഒക്കെ. നാരായണ ജയ 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 നാരായണ ജയ. ആരോഗ്യത്തെ സംരക്ഷിക്കാൻ അനവധി നിരവധി ഹോസ്പിറ്റലുകൾ. രോഗികൾ ഉപദ്രവകാരികളായ MBBS മാത്രം പോരാ. ഞങ്ങൾ നിങ്ങളെ ജീവൻ രക്ഷിക്കാൻ നോക്കുമ്പോ നിങ്ങൾ നമ്മുടെ ജീവൻ എടുക്കാൻ നോക്കുന്നു. ചിലരൊക്കെ പരിചരിക്കണമെങ്കിൽ ഈ കോഴ്സും കൂടി പഠിച്ചേ പറ്റൂ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. കാലം മാറി കോലം മാറി റിയാലിറ്റി ഷോയുടെ കാലം. സൂപ്പർ സിംഗർ സൂപ്പർ ഡാൻസർ, ഇപ്പോ സൂപ്പർ അമ്മയും മകളും. ആങ്കർ ചെയ്യാൻ സ്വാസിക വന്നു, ജഡ്ജിങ് സീറ്റിൽ ശ്വേതാജിയും. സൂപ്പർ അമ്മയും മകളും. പ്രോഗ്രാം അങ്ങനെ ഹിറ്റായ നേരം ഉടനടി വന്നു കോമഡി റൗണ്ടും. കോമഡി കാട്ടാൻ തുള്ളലെടുത്തു. ഈ തുള്ളല് കണ്ട് നിങ്ങൾ ചിരിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം. നാരായണ ജയ 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 നാരായണ ജയ. ഓക്കെ, അപ്പോ കോമഡി റൗണ്ടിൽ മത്സരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവരുടെ ആ എൻഡിങ് സാധനമാണ് ഇവരുടെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. ഓട്ടംതുള്ളൽ കണ്ട് നിങ്ങൾ ചിരിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ പണി പാളും എന്ന് ഇവർക്ക് തന്നെ മനസ്സിലായി. എന്തായാലും നോക്കാം, ചിരിച്ചോ ചിരിച്ചില്ലേ? ചിരിച്ചോ? ചിരി വന്നോ എന്ന് ചോദിച്ചാൽ ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ ഓട്ടംതുള്ളലായിരുന്നു ആകെയുള്ള ഒരു ചിരിക്കുള്ള ഒരു സോഴ്സ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഓട്ടംതുള്ളൽ. പിന്നെ അവസാനം മോള് വന്ന് അടിച്ച ആ കൗണ്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്ന് തരുമോ ഓട്ടം എന്ന് പറഞ്ഞത്, അതിന് ഞാൻ ചിരിച്ചു നന്നായിട്ട്. സ്വാസിക ചേച്ചി, എനിക്കും ഒരു ഓട്ടംതുള്ളലിൻ്റെ കുറച്ച് ലൈൻസ് അറിയാം. പച്ചക്കദളി കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിൽ അങ്ങനെ കണ്ടാൽ പവിഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ടു വിധാനിച്ചതിക്കുന്ന മാലോകൊരൊക്കെയും ശങ്കിച്ചു മാറുള്ള ലീലാവിലാസേന നിൽക്കുന്നു വാഴകൾ നാലു ഭാഗങ്ങളിൽ തിങ്ങി വിങ്ങി തഥാ. ഓക്കേ, ഇത് കല്യാണ
ഇതാണ് സൗഗന്ധികം എന്ന് പറഞ്ഞ ഒരു ഓട്ടം തുള്ളലിൽ നിന്നാണ്. ഒരു ഭാഗം. ശരി, ശ്രീകുട്ടി. നല്ലൊരു പെർഫോമൻസ്. വേറൊരു റൗണ്ടിലേക്കായിരിക്കും കുറേ കൂടെ സൂട്ടായെന്ന് എനിക്ക് തോന്നി. കാരണം ആക്ഷേപഹാസ്യമാണ്. നല്ല കുറേ ഇപ്പം നടക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചു. സമൂഹത്തിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു റൗണ്ടിലേക്ക് കുറേ കൂടെ സൂട്ടായിരുന്നു. ചിരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് തമാശ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും എഫക്റ്റ് ഫീൽ ചെയ്തില്ല. ശരി, വിദ്യ. എനിക്ക് ആ പെർഫോമൻസ് വൈസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വൈകി അവിടെ നിന്ന് ഡ്രസ് ചേഞ്ച്, 3 ഡ്രസ് ചേഞ്ച്, ആ വളരെ മൈന്യൂട്ട് നേരത്തിലാണ് 3 ഡ്രസ് ചേഞ്ച് വന്നത്. പക്ഷെ ഇതൊരു കോമഡി റൗണ്ടായെന്ന് ചിരിച്ചോന്ന് ചോദിച്ചാൽ എനിക്ക് ആ ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു. പക്ഷെ കോമഡി എനിക്ക് അങ്ങനെ ഒരു ചിരി എനിക്ക് വന്നില്ല. ദിവ്യശ്രീ. കൂടുതൽ സമകാലികം പറഞ്ഞിങ്ങനെ പോയി. അപ്പോൾ എനിക്ക് കോമഡി അത്ര ഫീൽ ചെയ്തില്ല. യെസ്. അപ്പോൾ ഇനി ശ്വേതാജിയുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കേൾക്കാം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു സറ്റയറാണ് നിങ്ങളിവിടെ പെർഫോം ചെയ്തത്. സൂപ്പർ, നന്നായിരുന്നു. നല്ലൊരു അറ്റംപ്റ്റ്, നല്ല വേറൊരു ലെവലിൽ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാമായിരുന്നു. കോമഡി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കോമഡി ഉണ്ടായിരുന്നില്ല. എൻഡിൽ നമ്മുടെ വൈകക്കുട്ടി വന്ന് ഒന്ന് ചിരിച്ച് അതെല്ലാവർക്കും റിലേറ്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്ന് ചിരിച്ചാൽ മാത്രമേ നമുക്കൊരു മാർക്ക് കിട്ടുള്ളൂ. അത് കറക്റ്റ്. എന്തിനാണ് ഈ ഓട്ടംതുള്ളൽ കോമഡി റൗണ്ടിലെടുത്തത്? ജസ്റ്റ് ഒരു ട്രൈ ചെയ്തതാണ് മാം. കോമഡി ഒരു ഓട്ടംതുള്ളൽ ഫോമിൽ. കാരണം പ്രസന്റ് സിറ്റുവേഷൻ ആയിട്ട് കണക്ട് ചെയ്ത് അത് കോമഡി ആയിട്ട് കണക്ട് ചെയ്ത് പറയാൻ നമുക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു ഓട്ടംതുള്ളൽ മാത്രമേ എടുത്താലേ അത് പറ്റുമായിരുന്നു. സോ ഓട്ടംതുള്ളൽ എടുത്തു. അല്ല, ബിക്കോസ് കോമ്പറ്റീഷൻ ലെവൽ നമ്മളിപ്പോൾ ഒരു ഫങ്ഷൻ ആണെങ്കിൽ ഇത് നല്ലൊരു പെർഫോമൻസ് ആണ്. കോമ്പറ്റീഷൻ ഒരു ടോപ്പിക്ക് കോമഡിന്ന് തരുമ്പോൾ ഐ തിങ്ക് അവിടെയാണ്. അല്ല, എന്തായാലും അറ്റംപ്റ്റ് വൈകക്കുട്ടി സൂപ്പർ. ഈ ഡ്രസ്സ് മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാഷൻ ഷോയിലാണ് ഈ 30 സെക്കൻഡ്സിലെല്ലാം ഡ്രസ്സസ് മാറ്റുക, വിഗ്സ് മാറ്റുക, എല്ലാം മാറ്റുക. ബ്യൂട്ടിഫുള്ളി നല്ല ഓരോരോ ക്യാരക്ടർ പിടിച്ചു, എല്ലാം നമുക്ക് റിലേറ്റ്. പെർഫോമൻസ് വൈസ് ദിസ് വാസ് വേറൊരു ലെവലിലായിരുന്നു, യുനോ. ആൻഡ് കോമഡി ഇതിൽ ഐ എം സോ കൺഫ്യൂസ്ഡ് അഗൈൻ.